ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ അടുത്തൊരു ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് കുറച്ച് വയ്യായികയുണ്ട്, സൗണ്ട് കുറച്ച് അടഞ്ഞിരിക്കുകയാണ്. അപ്പം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, സൗണ്ടിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 4, ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ ബലിയുടെ സവിശേഷതകൾ. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പായി എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി എക്സാമിന് 2 മാസം കൂടെ ഉള്ളൂ എന്ന് നമുക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ വീഡിയോസ് കണ്ടുപോകുന്ന കൂട്ടത്തില് ഈ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒരു ബുക്കിൽ എഴുതി പോവുക. അപ്പം എഴുതുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കത് പഠിക്കുകയും കൂടെ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, പിന്നെ വാക്യങ്ങള്, ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, അതായത് ചേരുംപടി ചേർക്കുക, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളൊരു സെപ്പറേറ്റ് പേജിലായിട്ട് എഴുതി പോവുക. അതുപോലെ തന്നെ നമ്മൾ ഈ പഠിക്കുന്ന കൂട്ടത്തിൽ കുറെ വാക്യങ്ങൾ കാണും. ഈ വാക്യങ്ങളെല്ലാം തന്നെ എഴുതി വെച്ച് പോവുക. അപ്പൊ ഈ വാക്യങ്ങളൊക്കെ ചിലപ്പം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ലാസ്റ്റിൽ നിങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഈ പേജസ് മറിച്ച് നോക്കിയാൽ എളുപ്പമായിരിക്കും. എല്ലാം നിങ്ങൾക്ക് ഒരു ഓർഡറിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം വായിച്ചു നോക്കുമ്പോൾ അത് എളുപ്പമായിരിക്കും. എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ടും പഠിക്കാനൊക്കെ അത് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ മനപ്പാഠ വാക്യങ്ങൾ, അത് നമുക്ക് 10 മനപ്പാഠ വാക്യങ്ങളുണ്ട് അല്ലെ. അപ്പം ഇന്ന് ഒരു വാക്യവും പഠിക്കുക, നാളെ 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും പഠിക്കുക, 3-ാമത്തെ ദിവസം 1, 2, 3 പഠിക്കുക. അപ്പൊ അത് 10-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും നിങ്ങൾ 10 വാക്യം പഠിക്കും. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇതെല്ലാം ഒന്നുകൂടെ വായിച്ച് പോവുക. അതുപോലെ തന്നെ നമ്മുടെ പാട്ട് അല്ലെ, നമ്മൾ വീടുകളിൽ പാടുന്ന പാട്ടാണ്, അത് എളുപ്പമുള്ള പാട്ടാണ്. അപ്പൊ ഡെയിലി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അത് പ്രാർത്ഥനയുടെ കൂടെ അത് പാടി പഠിച്ചാല് മതി. അതുപോലെ നമുക്ക് തന്നിരിക്കുന്ന പ്രാർത്ഥന, അപ്പം വീടുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വേദോസം വായിക്കുന്നതിന് മുമ്പും വായിച്ചതിന് ശേഷവും ഈ പ്രാർത്ഥന ഡെയിലി വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ സങ്കീർത്തനം അല്ലെ, 130-ാമത്തെ സങ്കീർത്തനം നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത്. അത് നിങ്ങളങ്ങ് ഡെയിലി വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ഈസി ആയിരിക്കും. അപ്പം ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ബുക്ക് എടുത്ത് വെക്കുക, ഈ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എല്ലാം എഴുതി പോവുക. അതുപോലെ തന്നെ പഠിക്കുമ്പോൾ കൂടെ നമ്മുടെ പുസ്തകത്തിലും മാർക്ക് ചെയ്ത് പോവുക. അതുപോലെ ബൈബിളും കൂടെ വായിച്ചു പോവുക. ഓക്കെ, നമുക്കെന്താ ചാപ്റ്ററിലേക്ക് കടക്കാം. ഈ ചാപ്റ്റേഴ്സിലൊക്കെ നിങ്ങൾ കുറെ റിപ്പീറ്റേഷൻസ് കാണാൻ സാധ്യതയുണ്ട്. ചാപ്റ്റർ 3 കണ്ട ക്വസ്റ്റ്യൻസ് തന്നെ ചിലപ്പോൾ നിങ്ങൾ ചാപ്റ്റർ 4 കാണാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ സെയിം ടൈം നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്റർ മനസ്സിലാക്കിയിട്ടാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. ടെൻഷൻ ഒന്നും വേണ്ട. ചാപ്റ്റർ 1 മുതൽ നിങ്ങൾ മനസ്സിലാക്കി ടെക്സ്റ്റും ബൈബിളും കൂടെ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം എഴുതാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഗ്രന്ഥം. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഗ്രന്ഥം അതെല്ലാവർക്കും അറിയാവുന്നതാണ്, വിശുദ്ധ വേദപുസ്തകം. ദ ഹോളി ബൈബിൾ ഇസ് എ ബുക്ക് ദാറ്റ് റിവീൽസ് ക്രൈസ്റ്റ്. ഇനി എങ്ങനെയാണ് വിശുദ്ധ വേദപുസ്തകം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത്? പഴയ നിയമത്തിൽ നോക്കിയാൽ ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. പഴയ നിയമം ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിക്കുന്നു. ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രൊഫസീസ് അബൌട്ട് ക്രൈസ്റ്റ്. ഇനി സുവിശേഷങ്ങളിലേക്ക് വന്നാലോ? സുവിശേഷങ്ങളിൽ ക്രിസ്തുവിന്റെ ചരിത്രം വെളിപ്പെടുത്തുന്നു. സുവിശേഷങ്ങളിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രമാണ് പറയുന്നത്. ഗോസ്പെൽസ് റിവീൽ ദ ഹിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ്. അപ്പോസ്തല പ്രവർത്തികളിൽ അപ്പോസ്തലന്മാര് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു അല്ലെ. ക്രിസ്തു പ്രസംഗിക്കപ്പെടുന്നു. അപ്പോസ്തല പ്രവർത്തികളിൽ ക്രിസ്തു പ്രസംഗിക്കപ്പെടുന്നു. ഇൻ ദ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ക്രൈസ്റ്റ് ഇസ് പ്രീച്ച്ഡ്. ഇനി ലേഖനങ്ങളിൽ എങ്ങനെയാണ്? ലേഖനങ്ങളിൽ ക്രിസ്തുവിനെ വ്യാഖ്യാനിച്ച് വിശദീകരിക്കുന്നു, ഇന്റർപ്രറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു അല്ലെ. ദി എഫേസൽസ് ഇന്റർപ്രറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഹിം. ലേഖനങ്ങളിൽ ക്രിസ്തുവിനെ വ്യാഖ്യാനിച്ച് വിശദീകരിക്കുന്നു. ഇനി വെളിപാട് പുസ്തകത്തിൽ എങ്ങനെയാണ്? വെളിപാട് പുസ്തകത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശ
വെളിപ്പെടുത്തുന്നു. In the book of Revelations reveals the hope that we have about Christ. ബുക്ക് ഓഫ് റിവലേഷൻസിൽ എങ്ങനെയാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശ വെളിപ്പെടുത്തുന്നു. പഴയ നിയമത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിക്കുന്നു. സുവിശേഷങ്ങളിൽ ക്രിസ്തുവിന്റെ ചരിത്രം വെളിപ്പെടുത്തുന്നു. അപ്പോസ്തല പ്രവർത്തികളിൽ ക്രിസ്തു പ്രസംഗിക്കപ്പെടുന്നു. ലേഖനങ്ങളിൽ ക്രിസ്തുവിനെ വ്യാഖ്യാനിച്ച് വിശദീകരിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശ വെളിപ്പെടുത്തുന്നു. ഇനി എബ്രായ ലേഖനത്തില് ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ ശ്രേഷ്ഠതയാണ് വെളിവാകുന്നത്. എബ്രായ ലേഖനത്തിൽ എങ്ങനെയാണ് ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ ശ്രേഷ്ഠതയാണ് വെളിവാകുന്നത്. In the epistle to the Hebrews, the greatness of Christ, the high priest, is discussed. എബ്രായർ 7:19 പറയുന്നുണ്ട്, ക്രിസ്തു നമുക്ക് നല്ല പ്രത്യാശയാണ് നൽകുന്നത്. ക്രിസ്തു നമുക്ക് നല്ല പ്രത്യാശയാണ് നൽകുന്നത്. അവൻ നൽകുന്ന നിയമം വിശേഷത ഏറിയതാണ്. അടുത്ത ചോദ്യം, സമാഗമന കൂടാരത്തിലെ തിരുനിവാസം സ്വർഗത്തിലെ ഡാഷ് നിഴലായിരുന്നു. സമാഗമന കൂടാരത്തിലെ തിരുനിവാസം സ്വർഗത്തിലെ മഹിമാസനത്തിന്റെ നിഴലായിരുന്നു. ഈ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ക്രിസ്തു മഹിമാസനത്തിൽ ഇരിക്കുന്ന എന്നുള്ള ഹെഡിങ്ങിന് താഴെയായിട്ട് പറയുന്നുണ്ട്, ക്രിസ്തു സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്ന് പക്ഷാപാതം ചെയ്യുന്ന മഹാപുരോഹിതനാവുന്നു. സ്വർഗത്തില് മഹിമാസനത്തിന്റെ വലത്തുഭാഗത്ത് അല്ലെ. അപ്പം സമാഗമന കൂടാരത്തിലെ തിരുനിവാസം എന്ന് പറയുന്നത് സ്വർഗത്തിലെ മഹിമാസനത്തിന്റെ നിഴലായിരുന്നു. The divine presence in the tent of meeting was the foreshadowing of the throne of the majesty in heaven. അടുത്ത ചോദ്യം, ക്രിസ്തു അഹറോനേക്കാൾ ശ്രേഷ്ഠനാകുന്നത് എങ്ങനെ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അത് ഓൾറെഡി കണ്ടായിരുന്നു. കുറച്ച് പോയിന്റ്സ് ആയിട്ട് നമ്മളിവിടെ കണ്ടു. ക്രിസ്തുവിന്റെ പൗരോഹിത്യം അഹറോന്റെ പോലെ താൽക്കാലികമല്ല, നിത്യമാണ്. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ളതാണ്. അങ്ങനെ നമ്മൾ കുറെ കണ്ടായിരുന്നു കഴിഞ്ഞ ചാപ്റ്ററിൽ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കണ്ടായിരുന്നു എന്താണ്, മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ അവിടെ പ്രവേശിച്ച് ജനത്തിനും തനിക്കും വേണ്ടി പ്രായശ്ചിത്തയാഗം കഴിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. പക്ഷെ ക്രിസ്തുവിന് അതിന്റെ ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു അഹറോനേക്കാൾ ശ്രേഷ്ഠനാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടു. ഇവിടെ പറഞ്ഞ എന്താണ്, മഹാപുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ മാത്രമേ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ അനുവാദമുള്ളൂ. അവിടെ അദ്ദേഹത്തിന് ഇരിക്കുവാൻ സാധ്യമായിരുന്നില്ല. ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് സദാ പക്ഷപാതം ചെയ്യുന്നു. അതുകൊണ്ട് അവൻ അഹറോനേക്കാൾ ശ്രേഷ്ഠനാവും. നമ്മൾ കുറച്ചു മുമ്പേ വാക്യത്തിൽ വായിച്ചു, ക്രിസ്തു എന്ത് ചെയ്യുന്നു, മഹിമാസനത്തിന്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്നു. ക്രിസ്തു എങ്ങനെ അഹറോനേക്കാൾ ശ്രേഷ്ഠനാണ്? അഹറോന് അല്ലെങ്കിൽ ലേവ്യ മഹാപുരോഹിതന്മാർക്ക് ആണ്ടിൽ ഒരിക്കൽ മാത്രമേ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. അവിടെ അദ്ദേഹത്തിന് ഇരിക്കുവാൻ സാധ്യമായിരുന്നില്ല. പക്ഷെ ക്രിസ്തു എങ്ങനെയാ? ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് സദാ പക്ഷപാതം ചെയ്യുന്നു. അതുകൊണ്ട് അവൻ അഹറോനേക്കാൾ ശ്രേഷ്ഠനാവുന്നു. The high priest was allowed to enter the Holy of Holies only once a year. He was not allowed to be seated there. Christ, sitting on the right-hand side of God, is constantly mediating for us. Therefore, he is superior to Aaron. അടുത്തത്, സ്വർഗാരോഹണത്തിന് ശേഷം ക്രിസ്തു മഹിമാസനത്തിൽ ഇരിക്കുന്നു എന്ന പരാമർശം എന്തിനെ സൂചിപ്പിക്കുന്നു? സ്വർഗാരോഹണത്തിന് ശേഷം ക്രിസ്തു മഹിമാസനത്തിൽ ഇരിക്കുന്നു എന്ന പരാമർശം എന്തിനെ സൂചിപ്പിക്കുന്നു? മനുഷ്യത്വത്തിന് കൈവന്ന ഔന്നിത്യത്തെ സൂചിപ്പിക്കുന്നു. Christ, by saying that after ascension Christ is seated on the throne of majesty, indicates the nobility that has been bestowed on humanity. Nobility that has been bestowed on humanity. അടുത്ത ചോദ്യം, ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ സ്വർഗോന്നതങ്ങളിലേക്കുള്ള ശുശ്രൂഷയാണ്. എന്തുകൊണ്ട്? അതിന്റെ ആൻസർ എന്ന് പറഞ്ഞത് അത് ഭൗമിക ക്രമം അനുസരിച്ചുള്ളതല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അഹറോന്റെ പൗരോഹിത്യം അല്ലെ, അതൊക്കെ
താൽക്കാലികമായിരുന്നു, അല്ലെങ്കിൽ ശാശ്വതം നിലനിൽക്കുന്നതല്ലായിരുന്നു. അപ്പം അത് ഭൗമിക ക്രമം അനുസരിച്ചുള്ള ആയിരുന്നു. പക്ഷെ ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറഞ്ഞാല് സ്വർഗോന്നതങ്ങളിലേക്കുള്ള ശുശ്രൂഷയാണ്. അത് ഭൗമിക ക്രമം അനുസരിച്ചുള്ളതല്ല. അതിന്റെ അടിസ്ഥാനം പുതിയതും നിത്യവുമായ ഒരു ഉടമ്പടിയിന്മേലാണ് ഉറച്ചിരിക്കുന്നത്. അടിസ്ഥാനം എന്ന് പറയുന്നത് പുതിയതും നിത്യവുമായ ഒരു ഉടമ്പടിയിന്മേലാണ് ഉറച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് അക്കോർഡിംഗ് ടു എനി earthly order. It is firmly fixed on the foundation of a new and eternal covenant. ഇവിടെ പറയുന്നുണ്ട്, പഴയ പൗരോഹിത്യം പഴയ ഉടമ്പടിയിൽ അധിഷ്ഠിതമായതെങ്കിൽ ക്രിസ്തുവിൻ്റെത് പുതിയ ഉടമ്പടിയിൽ അധിഷ്ഠിതമാണ്. ആദ്യത്തെ ഉടമ്പടി പൂർണ്ണമല്ലാതിരുന്നത് കൊണ്ടാണ് പുതിയ ഉടമ്പടി ആവശ്യമായിട്ട് വന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. എന്താണ് പഴയ നിയമ പൗരോഹിത്യം അതിന്റെ ലക്ഷ്യപ്രാപ്തിയിൽ പരാജയപ്പെട്ടു അല്ലെ. അപ്പം അഹറോന്റെ ക്രമപ്രകാരമല്ലാത്ത മറ്റൊരു പുരോഹിതന്റെ ആവശ്യകതയുണ്ടെന്ന് തോന്നി. ആ പുരോഹിതനായിരുന്നു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ക്രിസ്തു എന്ന് കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ അത് തന്നെ ഇവിടെയും പറയുന്നേ, പഴയ പൗരോഹിത്യം പഴയ ഉടമ്പടിയിൽ അധിഷ്ഠിതമായതെങ്കിൽ ക്രിസ്തുവിൻ്റെത് പുതിയ ഉടമ്പടിയിൽ അധിഷ്ഠിതമാണ്. ആദ്യത്തെ ഉടമ്പടി പൂർണ്ണമല്ലാതിരുന്നതുകൊണ്ടാണ് പുതിയ ഉടമ്പടിയുടെ ആവശ്യം വന്നത്. ഇനി എന്താ പറയുന്നേ? പ്രവാചകന്മാരിൽ കൂടി വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന പുതിയ ഉടമ്പടി ക്രിസ്തുവിൽ നിറവേറപ്പെട്ടിരിക്കുന്നു. പ്രവാചകന്മാരിൽ കൂടി വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന പുതിയ ഉടമ്പടി ക്രിസ്തുവിൽ നിറവേറപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ബൈബിളിൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31:31 വായിച്ചു നോക്കുക. അവിടെ പറയുന്നുണ്ട്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയ ഒരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ആ വാക്യം ഒന്ന് നിങ്ങൾ ബൈഹാർട്ട് ആക്കി വെച്ചേക്കുക. കാരണം ശരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇനിയും പഠിച്ചു വരുമ്പോഴും ഈ സെയിം വാക്യം നമ്മൾ ഇനിയും കാണും. ഓക്കെ, ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. അതിന് മുമ്പുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ലു പൊളിച്ചു എന്ന് അവർ അന്നാളിൽ ഇനി പറയുകയില്ല. ഇപ്പൊ പഴയ ഉടമ്പടി പ്രകാരം അപ്പന്മാർ ചെയ്യുന്ന കുറ്റത്തിന് മക്കളും അനുഭവിക്കുമെന്നായിരുന്നു എങ്കിൽ പുതിയ ഉടമ്പടി പ്രകാരം എന്താണ്? അവനവൻ ചെയ്യുന്ന അകൃത്യത്തിന് അവനവൻ മാത്രമേ അനുഭവിക്കുകയുള്ളൂ അല്ലെ. ഓരോരുത്തൻ താന്റെ അകൃത്യം നിമിത്തം അത്രേ മരിക്കുന്നത്. പച്ചമുന്തിരിങ്ങ തിന്നുന്നവന്റെ പല്ലേ പുളിക്കുകയുള്ളൂ എന്നും കൂടി അവിടെ പറയുന്നുണ്ട്. അപ്പം അന്ന് വായിച്ചു പോവുക. പുതിയ നിയമം മനുഷ്യ ഹൃദയത്തിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നു. അപ്പം പുതിയ നിയമം എന്ന് പറയുന്നത് മനുഷ്യ ഹൃദയത്തിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന പുതിയ ഉടമ്പടിയാണ്. പഴയ നിയമം കല്ലിൽ എഴുതപ്പെട്ടതായിരുന്നു. അപ്പൊ നമുക്കറിയാം പഴയ നിയമത്തിലെ കൽപ്പനകളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ. പഴയ നിയമം കല്ലിൽ എഴുതപ്പെട്ടതായിരുന്നു. പുതിയ നിയമം എന്ന് പറയുന്നത് മനുഷ്യ ഹൃദയത്തിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന പുതിയ ഉടമ്പടിയാണ്. അത് മനുഷ്യ ഹൃദയത്തിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. നമുക്ക് അവിടുന്ന് ഒരു വേറൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നത്, പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും താരതമ്യം ചെയ്യുക എന്നൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അപ്പൊ അതിനുള്ള ആൻസർ നമ്മൾ ഇനി താഴോട്ട് പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാം. പോകെ പോകെ നമ്മളത് കാണും. ഇനി അടുത്തെന്ന് വെച്ചാല് പുതിയ നിയമം വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾ അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ പുസ്തകത്തില് പുതിയ നിയമത്തിന്റെ സവിശേഷതകൾ അതുല്യമാണ്. അതിന്റെ താഴെയായിട്ട് പറയുന്നുണ്ട്, അത് വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ടതാണ്. അതിന്റെ പ്രധാന കേന്ദ്രം മനുഷ്യനായ ദൈവപുത്രനാണ്. It has been established on precious promises. Its center is the Son of God who became the Son of Man. ഇപ്പൊ പുതിയ നിയമത്തിലെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് മനുഷ്യനായ ദൈവപുത്രനാണ്. അതുപോലെ അവിടെ ഒരു വാക്യം പറയുന്നുണ്ട്, അത് നോക്കി വെച്ചേക്കുക. 1 തിമോത്തിയോസ് 5:2-5 കേട്ടോ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. 1 തിമോത്തിയോസ് 2:5. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ഇനി അടുത്ത ചോദ്യം, അനുതപിക്കുന്നവർക്ക് ക്ഷമയുടെ മോചനവും ലഭ്യമാകുന്നു എന്തുകൊണ്ട്? ഇവിടെ എബ്രായർ 8:12 വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വാക്യത്തെ കാണാം. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും,
അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. അതുകൊണ്ടാണ് അനുതപിക്കുന്നവർക്ക് ക്ഷമയുടെ മോചനവും ലഭ്യമാകുന്നു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ പറയുന്നുണ്ട്, പഴയത് കാളകളുടെ, പുതിയതിന്റെ കർത്താവും മധ്യസ്ഥനും ക്രിസ്തുവാണ്. പഴയത് കാളകളുടെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ടതാണെങ്കിൽ ക്രിസ്തു സ്വന്തം രക്തം ചൊരിഞ്ഞാണ് പുതിയ നിയമം സ്ഥാപിച്ചത്. അപ്പം ക്രിസ്തു സ്വന്തം രക്തം ചൊരിഞ്ഞ് പുതിയ നിയമം സ്ഥാപിച്ചു. അത് മനുഷ്യന്റെ, അനുതപിക്കുന്നവന്റെ ക്ഷമയുടെ മോചനവും ലഭ്യമാക്കുന്നു. ആ വാക്യം കൂടെ എഴുതേണ്ടതുണ്ട്, എബ്രായർ 8:12. അതുപോലെ തന്നെ അവിടെ പറയുന്നത്, പാപങ്ങൾ ക്ഷമിക്കപ്പെടാതെ നമുക്ക് പുതിയ സൃഷ്ടിയാകുവാൻ സാധ്യമാകുകയില്ലല്ലോ. 2 കൊരിന്ത്യർ 5:17. അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. പാപങ്ങൾ ക്ഷമിക്കപ്പെടാതെ നമുക്ക് പുതിയ സൃഷ്ടിയാകുവാൻ സാധ്യമാകുകയില്ലല്ലോ. അതുപോലെ അടുത്ത ചോദ്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, 8-ാം അധ്യായത്തിൽ പഴയ നിയമവും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള താരതമ്യത്തിലൂടെ പുതിയ ഉടമ്പടിയുടെ ഔന്നിത്യം ഉയർത്തിക്കാട്ടുന്നു. ഇപ്പൊ എബ്രായർ 8-ാം അധ്യായം വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ നമുക്ക് കാണാൻ സാധിക്കുക? പഴയ നിയമവും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള താരതമ്യം. അപ്പം ആ താരതമ്യത്തിൽ കൂടെ നമുക്ക് എന്താണ് കാണുന്നത്? പുതിയ ഉടമ്പടിയുടെ ഔന്നിത്യം ഉയർത്തിക്കാട്ടുന്നു. In the 8th chapter, by comparing the old law and the new covenant, the superiority of the new covenant is pointed out. അപ്പം പുതിയ ഉടമ്പടിയുടെ സുപ്പീരിയോറിറ്റി ആണ് അവിടെ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പൊ 8-ാം അധ്യായത്തില് പഴയ നിയമവും പുതിയ ഉടമ്പടിയും തമ്മിൽ താരതമ്യം ചെയ്യുന്നു. അത് തമ്മിൽ താരതമ്യം ചെയ്യുന്നതുകൊണ്ടുള്ള അവിടെ കാണിക്കുന്നത് എന്താണ്? ഉയർത്തിക്കാട്ടുന്നത് പുതിയ ഉടമ്പടിയുടെ ഔന്നിത്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ 8-ാം അധ്യായം 7:13 വരെയുള്ള വാക്യങ്ങളില് പുതിയ ഉടമ്പടിയുടെ ശ്രേഷ്ഠതയാണ് കാണിക്കുന്നത്. നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ്. 8:7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളില് പുതിയ ഉടമ്പടിയുടെ ശ്രേഷ്ഠതയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇനി 9-ാം അധ്യായത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിലോ, 9-ാം അധ്യായത്തില് താരതമ്യം ചെയ്യുന്നത് പഴയ ഉടമ്പടിയിൽ അധിഷ്ഠിതമായ ഭൗമിക ആരാധനയും, നമ്മളത് ഓൾറെഡി പറഞ്ഞു, ഭൗമിക ആരാധനയെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം പഴയ ഉടമ്പടി ഭൗമിക ആരാധനയിൽ അധിഷ്ഠിതമായിരിക്കുന്നു, പുതിയ ഉടമ്പടി സ്വർഗീയ ആരാധനയില് അധിഷ്ഠിതമായിരിക്കുന്നു. ഇത് തമ്മിലുള്ള താരതമ്യമാണ് നമ്മൾ 9-ാം അധ്യായത്തിൽ കാണുന്നത്. In the 9th chapter, we observe the comparison between earthly worship based on the old covenant and heavenly worship based on the new. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു, 9-ാം അധ്യായത്തിൽ പഴയ ഉടമ്പടിയിൽ അധിഷ്ഠിതമായ ഭൗമിക ആരാധനയും പുതിയ ഉടമ്പടിയിൽ അധിഷ്ഠിതമായ സ്വർഗീയ ആരാധനയും തമ്മിലുള്ള താരതമ്യം കാണിക്കുന്നത്. അപ്പം ഇനി ഒരു ചോദ്യം അവിടെ ചോദിക്കാം, എന്താണ് ഈ 9-ാം അധ്യായം നൽകുന്ന ഉള്ളടക്കം എന്താണ്, അല്ലെങ്കിൽ ഈ വാക്യങ്ങളിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ നമുക്ക് ആദ്യ 5 വാക്യങ്ങളിൽ ഭൗമിക ആരാധന നടക്കുന്ന സാക്ഷ്യ കൂടാരത്തെ പറ്റിയും അതിലെ സംവിധാനങ്ങളെ പറ്റിയും വിവരിക്കുന്നുണ്ട്. പ്രധാന ആചാര്യൻ അവിടെ നടത്തുന്ന കർമാനുഷ്ഠാനങ്ങളെ കുറിച്ചും അവയുടെ താൽക്കാലിക സ്വഭാവത്തെ കുറിച്ചുമാണ് തുടർന്ന് വെളിപ്പെടുത്തുന്നത്. 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു സ്വർഗീയ മന്ദിരത്തിൽ സ്വന്തം രക്തം അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ബലിയെക്കുറിച്ചും അത് മനുഷ്യരുടെ പാപപരിഹാരത്തിനും രക്ഷയ്ക്കും പര്യാപ്തമാകുന്ന വസ്തുതയെക്കുറിച്ചുമാണ് വിവരിക്കുന്നത്. തുടർന്ന് ക്രിസ്തുവിന്റെ പരമയാഗം പുതിയ ഉടമ്പടിയോടെ വാഗ്ദാനങ്ങളെ നിറവേറ്റുന്നതായി വെളിപ്പെടുത്തുന്നു. അപ്പൊ ഇതിന്റെ ഒരു ഉള്ളടക്കം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ ഒരു പോയിന്റ്സ് ആയിട്ട് എഴുതാം. ഇൻ കേസ് ഇത്ര മുതൽ എത്ര വരെ ഉള്ള വാക്യങ്ങൾ എന്താ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ആദ്യ 5 വാക്യങ്ങളിൽ ഭൗമികാരാധന നടക്കുന്ന സാക്ഷ്യ കൂടാരത്തെ പറ്റിയും അതിലെ സംവിധാനങ്ങളെ പറ്റിയും വിവരിക്കുന്നുണ്ട്. ഇപ്പൊ ബൈബിൾ എടുത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അവിടെ പറയുന്നുണ്ട്, ഒരു കൂടാരം ചമ്മിച്ചു, അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പം ഉണ്ടായിരുന്നു, അതിന് വിശുദ്ധ സ്ഥലം എന്ന പേര്. 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിൽ അതിവിശുദ്ധം എന്നൊരു കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നു കൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ട് വെച്ച പൊൻപാത്രവും അഹറോന്റെ തളർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരുവുകളും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓരോന്നായി വരുപ്പാൻ കഴിവില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, ഈ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ട് വെച്ച പൊൻപാത്രം ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. അപ്പം ഈ ആദ്യ 5 വാക്യങ്ങളിൽ പറയുന്നത് എന്തായിരുന്നു?
ഭൗമികാരാധന നടക്കുന്ന സാക്ഷ്യ കൂടാരത്തെ പറ്റിയും അതിലെ സംവിധാനങ്ങളെ പറ്റിയാണ് വിവരിക്കുന്നത്. ഇനി 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രധാന ആചാര്യൻ അവിടെ നടത്തുന്ന കർമാനുഷ്ഠാനങ്ങളെ കുറിച്ചും അവയുടെ താൽക്കാലിക സ്വഭാവത്തെ കുറിച്ചുമാണ് വെളിപ്പെടുത്തുന്നത്. അപ്പൊ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ എന്താ പറയുന്നത്? ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. രണ്ടാമത്തേതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും. രക്തം കൂടാതെയല്ല, അത് അവൻ തന്റെയും ജനത്തിന്റെയും അവധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളാ അല്ലെ? മഹാപുരോഹിതൻ ചെല്ലുന്നു, അവിടെ ചെന്ന് സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയും യാഗം കഴിക്കുന്നൊക്കെ നമ്മൾ കണ്ടു. പിന്നെ മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് എന്നാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമാത്രേ. അതിന് ഒത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോകുന്നു. അപ്പൊ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളില് പ്രധാന ആചാര്യൻ അവിടെ നടത്തുന്ന കർമാനുഷ്ഠാനങ്ങളെ കുറിച്ചും അവയുടെ താൽക്കാലിക സ്വഭാവത്തെ കുറിച്ചുമാണ് വെളിപ്പെടുത്തുന്നത്. ഇപ്പം ബൈബിള് വായിച്ചു നോക്കുക. 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു സ്വർഗീയ മന്ദിരത്തിൽ സ്വന്തം രക്തം അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ബലിയെക്കുറിച്ചും അത് മനുഷ്യരുടെ പാപപരിഹാരത്തിനും രക്ഷയ്ക്കും പര്യാപ്തമാകുന്ന വസ്തുതയെക്കുറിച്ചുമാണ് വിവരിക്കുന്നത്. അപ്പൊ 11 മുതൽ 14 വരെയുള്ള വാക്യം നമുക്ക് നോക്കാം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി ഇല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. അപ്പം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു സ്വർഗീയ മന്ദിരത്തിൽ സ്വന്തം രക്തം അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ബലിയെക്കുറിച്ചും അത് മനുഷ്യരുടെ പാപപരിഹാരത്തിനും രക്ഷയ്ക്കും പര്യാപ്തമാകുന്ന വസ്തുതയെക്കുറിച്ചുമാ വിവരിക്കുന്നത് അല്ലെ? അവിടെ പഴയ ഇതിലാണെങ്കിൽ ആടുകളെയും കാളകളെയും ഒക്കെ ആണ് യാഗം കഴിക്കുന്നെങ്കിൽ ഇവിടെ ക്രിസ്തു എന്ത് ചെയ്തു? സ്വന്തം രക്തം കൊണ്ട് മനുഷ്യനെ വീണ്ടെടുക്കുക ചെയ്യുന്നത്. ഇനി 15 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ പരമയാഗം പുതിയ ഉടമ്പടിയോടെ വാഗ്ദാനങ്ങളെ നിറവേറ്റുന്നതായി വെളിപ്പെടുത്തുന്നു. അപ്പൊ 15 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് എന്താ പറയുന്നേ? അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വെളിപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാവുന്നു. നിയമമുള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തരുവാൻ ആവശ്യം. അതുപോലെ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ പറയുന്നുണ്ട്, മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടു കൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിക്ക് മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അപ്പം ഇവിടെ പറയുന്നു 15 മുതൽ 28 ഉള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ പരമയാഗം പുതിയ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളെ നിറവേറ്റുന്നതായി വെളിപ്പെടുത്തുന്നു. നമുക്ക് ഒന്നുകൂടെ നോക്കാം. 8-ാം അധ്യായത്തിൽ എന്തായാലും നമ്മൾ പറഞ്ഞേ, പുതിയ ഉടമ്പടിയും പഴയ നിയമവും തമ്മിലുള്ള താരതമ്യത്തിലൂടെ പുതിയ ഉടമ്പടിയുടെ ഔന്നിത്യം അല്ലെ, ശ്രേഷ്ഠതയാണ് അവിടെ കാണിക്കുന്നത് 8-ാം അധ്യായത്തില്. 9-ാം അധ്യായത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പഴയ ഉടമ്പടിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഭൗമിക ആരാധനയും പുതിയ ഉടമ്പടിയിൽ അധിഷ്ഠിതമായ സ്വർഗീയ ആരാധനയും തമ്മിലുള്ള താരതമ്യ കാണിക്കുക. രണ്ടും മാറിപ്പോകരുത്. പിന്നെ ഇനി ആ 9-ാം അധ്യായത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 5 വാക്യങ്ങളിൽ ഭൗമിക ആരാധന നടക്കുന്ന സാക്ഷ്യ കൂടാരത്തെ പറ്റി അതിലെ സംവിധാനങ്ങളെ പറ്റിയൊക്കെയാണ് വിവരിക്കുന്നത്. പിന്നെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ
പ്രധാന ആചാര്യൻ അവിടെ നടത്തുന്ന അനുഷ്ഠാനങ്ങളെ കുറിച്ചും അവയുടെ താൽക്കാലിക സ്വഭാവത്തെ കുറിച്ചുമാണ് പറയുന്നത്. 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു സ്വർഗീയ മന്ദിരത്തിൽ സ്വന്തം രക്തം അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ബലിയെക്കുറിച്ചും അത് മനുഷ്യന്റെ പാപപരിഹാരത്തിന് രക്ഷയ്ക്കും എങ്ങനെ സാധ്യമായെന്നുള്ളതിനെ കുറിച്ചാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ 15 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിന്റെ പരമയാഗം പുതിയ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളെ എങ്ങനെ നിറവേറ്റുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. ഇനി അവിടെ പറയുന്നുണ്ട് ബെറെത്ത്, ദിയാതീക്കി എന്നീ പദങ്ങളാണ് ഉടമ്പടി എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. ബെറെത്ത് എന്ന് പറയുന്നത് എബ്രായ ഭാഷയാണ്. ദിയാതീക്കി എന്ന് പറയുന്നത് ഗ്രീക്കിലും സുറിയാനിലും ഉപയോഗിക്കുന്ന വാക്കാണ്. ഈ 2 പദങ്ങളാണ് ഉടമ്പടി എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഉടമ്പടി എന്നുള്ള വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ ബ്രെത്ത് ആൻഡ് ദിയത്തേക്കാണ്. ഇനി ബ്രെത്ത് ദിയത്തേക്ക് എന്നുള്ള വാക്ക് ഉയർന്നവനും താഴ്ന്നവനും തമ്മിലുള്ള ഉടമ്പടിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ബ്രെത്ത് ദിയത്തേക്ക് എന്നുള്ള വാക്ക് ഉയർന്നവനും താഴ്ന്നവനും തമ്മിലുള്ള ഉടമ്പടി. സിന്തീക്ക് എന്ന് പറഞ്ഞാൽ സമന്മാർ തമ്മിലുള്ള ഉടമ്പടി. അപ്പം ബ്രെത്ത് ദിയത്തേക്ക് എന്ന് പറയുന്നത് ഉയർന്നവനും താഴ്ന്നവനും തമ്മിലുള്ള ഉടമ്പടി. സിന്തേക്ക് എന്ന് വെച്ചാല് സമന്മാർ തമ്മിലുള്ള ഈക്വലായിട്ടുള്ള ആൾക്കാർ തമ്മിലുള്ള ഉടമ്പടി. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ the terms breadth and diatheke are used to denote a covenant entered into between a person of higher status and a person of lower status. For a covenant between persons of equal position, the term syntheke is used. ഇനി അടുത്ത ചോദ്യം, വിശുദ്ധ വേദപുസ്തകത്തിൽ ആര് തമ്മിലാണ് ഉടമ്പടി? വിശുദ്ധ വേദപുസ്തകത്തിൽ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലാണ് ഉടമ്പടി. In the Bible, the covenant is between the creator and the creation. Okay. ഇസ്രായേലിയരെ ദൈവം കാത്തു സൂക്ഷിക്കുമെന്ന ഉറപ്പായിരുന്നു പഴയ ഉടമ്പടിയിലുള്ളത്. അപ്പൊ പഴയ ഉടമ്പടിയില് ഇസ്രായേലിയരെ ദൈവം കാത്തു സൂക്ഷിക്കുമെന്നുള്ള ഉറപ്പായിരുന്നു ഉണ്ടായിരുന്നത്. പുതിയ നിയമത്തിൽ മനുഷ്യ ഹൃദയത്തിലാണ് പുതിയ ഉടമ്പടി. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇതിന്റെ ഒരു പ്രവചനം ഇരമ്യ പ്രവാചകനിൽ കാണുന്നുണ്ട്. നമ്മൾ ഓൾറെഡി വായിച്ച വാക്യമാണ് ഇരമ്യാവ് 31:31 നമ്മൾ വായിച്ചായിരുന്നു. ഇനി പുതിയ നിയമ സവിശേഷതകൾ ധാരാളമുണ്ട്. പുതിയ നിയമ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് അവ ബഹുലമായ ചില ചട്ടങ്ങളും പ്രമാണങ്ങളും ആയിരുന്നില്ല. അപ്പൊ പഴയ നിയമത്തിലെ പോലെ, പഴയ ഉടമ്പടിയിലെ പോലെ ചില ചട്ടങ്ങളും പ്രമാണങ്ങളും ഒന്നും ആയിരുന്നില്ല. ദൈവസ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു. ദൈവവും മനുഷ്യനുമായി ആത്യന്തിക ബന്ധം സ്ഥാപിക്കുന്നതായിരുന്നു അത്. മനുഷ്യ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ആ ഉടമ്പടി സ്ഥാപിക്കുകയും നിർവഹിക്കുകയും ചെയ്തു. അത് നമ്മൾ കുറച്ചും കൂടെ വായിച്ചായിരുന്നു. മനുഷ്യ ഹൃദയത്തിലാണ് പുതിയ ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ മനഃപൂർവ്വമായി ചെയ്യുന്ന ലംഘനങ്ങൾക്ക് ക്ഷമ ലഭിക്കില്ലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അനുദപിക്കുന്നവർക്ക് ക്ഷമയും മോചനവും ലഭ്യമാകുന്നു. പാപങ്ങൾ ക്ഷമിക്കപ്പെടാത്ത പക്ഷം മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ നിയമം എഴുതപ്പെടുവാൻ സാധ്യമല്ല. പാപങ്ങൾ ക്ഷമിക്കാതെ പുതിയ സൃഷ്ടിയാകുവാൻ കഴിയുകയില്ല. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പം പുതിയ നിയമത്തിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാല് പഴയതുപോലെ അത് ചട്ടങ്ങളും പ്രമാണങ്ങളും ഒന്നും ആയിരുന്നില്ല. ദൈവസ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതായിരുന്നു. അത് മനുഷ്യന്റെ ഹൃദയത്തിലായിരുന്നു സ്ഥാപിക്കപ്പെട്ടത്. പഴയ നിയമത്തിലെ പോലെ മനഃപൂർവ്വമായി ചെയ്യുന്ന ലംഘനങ്ങൾക്ക് ക്ഷമ ലഭിക്കില്ല. എന്നാൽ പുതിയ നിയമത്തില് അനുദപിക്കുന്നവർക്ക് ക്ഷമയും മോചനവും ലഭ്യമാകുന്നു. അപ്പം അത് പഠിക്കാൻ ഈസിയാണ്. ഇനി പുതിയ നിയമ ആരാധനയുടെ ശ്രേഷ്ഠത എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അത് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ അവിടെ പറയുന്നത്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ പഴയ നിയമത്തിലെ ഭൗമിക ആരാധനയും പുതിയ നിയമത്തിലെ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയുള്ള സ്വർഗീയ ആരാധനയും തമ്മിൽ താരതമ്യം കാണുന്നുണ്ട്. നമ്മൾ പറഞ്ഞു സമാഗമന കൂടാരം ദൈവാരാധനയ്ക്ക് വേണ്ടി മോശ വഴി ഇസ്രായേലിന് നൽകിയതാണ് അല്ലെ. സമാഗമന കൂടാരം മോശ വഴി ഇസ്രായേലിന് നൽകിയതാണ്. പുറപ്പാട് പുസ്തകത്തിലെ
25 മുതൽ 31 വരെയും 35 മുതൽ 40 വരെയുമുള്ള അധ്യായങ്ങളിൽ സമാഗമന കൂടാരത്തിന്റെ രൂപം, സംവിധാനങ്ങൾ, ഉപകരണങ്ങൾ എന്നിവയെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി അതും ഡിസ്കസ് ചെയ്തതാണ്. തിരശ്ശീലകളാൽ വേർതിരിക്കപ്പെട്ട 2 ഭാഗങ്ങൾ സമാഗമന കൂടാരത്തിൽ ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയായിരുന്നു? വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും. അപ്പൊ തിരശ്ശീലകളാൽ വേർതിരിക്കപ്പെട്ട 2 ഭാഗങ്ങൾ സമാഗമന കൂടാരത്തിൽ ഉണ്ടായിരുന്നു. അത് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ആയിരുന്നു. പിന്നെ അവിടെ പറയുന്നുണ്ട്, ലേവ്യ പുരോഹിതൻ നിത്യവും വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം അതിവിശുദ്ധ സ്ഥലത്ത് പാപപരിഹാര ദിനത്തിലെ ധൂപയാഗത്തിന് വേണ്ടി പ്രവേശിക്കുമായിരുന്നു. എബ്രായ ലേഖകന്റെ വീക്ഷണത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ധൂപപീഠം ക്രിസ്തുവിന്റെ ബലിയർപ്പണത്തിന്റെ പ്രതീകമാണ്. അപ്പം അതിവിശുദ്ധ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ധൂപപീഠം ക്രിസ്തുവിന്റെ ബലിയർപ്പണത്തിന്റെ പ്രതീകമാണ്. നമ്മളെന്താ പറഞ്ഞേ? ലേവ്യ പുരോഹിതൻ നിത്യവും വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ ആണ്ടിലൊരിക്കൽ മാത്രം മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് ധൂപയാഗം, പാപപരിഹാര ദിനത്തിലെ ധൂപയാഗത്തിന് വേണ്ടി പ്രവേശിക്കുമായിരുന്നു. അതുപോലെ അതിവിശുദ്ധ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ധൂപപീഠം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ബലി അർപ്പണത്തിന്റെ പ്രതീകമാണ്. ഈ താഴോട്ട് നോക്കിയിട്ട് നമുക്ക് കാണാം, വിശുദ്ധ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന 2 വസ്തുക്കളുണ്ട്. സ്വർണ്ണ നിർമ്മിതമായ 7 ശിഖരങ്ങളുള്ള നിലവിളക്കും കാഴ്ചയപ്പം വെച്ചിരിക്കുന്ന മേശയായിരുന്നു. വിശുദ്ധ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന 2 വസ്തുക്കൾ സ്വർണ്ണ നിർമ്മിതമായ 7 ശിഖരങ്ങളുള്ള നിലവിളക്കും കാഴ്ചയപ്പം വെച്ചിരുന്ന മേശയുമായിരുന്നു. ഇനി 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 12 അപ്പങ്ങൾ മേശമേൽ വെക്കുകയും പുരോഹിതന്മാർ ശാബത് തോറും അത് മാറ്റുകയും ചെയ്യുമായിരുന്നു. 12 ഗോത്രങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 12 അപ്പങ്ങൾ മേശയുടെ മേല് വെക്കുകയും പുരോഹിതന്മാരത് ശാബത് തോറും മാറ്റുകയും ചെയ്യുമായിരുന്നു. ഇനി പറയുന്നുണ്ട്, നിലവിളക്ക് പ്രകാശത്തിന്റെയും കാഴ്ചയപ്പം ജീവന്റെയും പ്രതീകങ്ങളായിരുന്നു. നിലവിളക്ക് പ്രകാശത്തിന്റെയും കാഴ്ചയപ്പം ജീവന്റെയും പ്രതീകങ്ങളായിരുന്നു. സഭയിൽ ലഭ്യമാകുന്ന പരിശുദ്ധാത്മദാനത്തിന്റെയും വിശുദ്ധ കുർബാനയുടെയും മുൻകുറികളായി അവയെ വിശേഷിപ്പിക്കാം. അപ്പൊ നമുക്ക് നിലവിളക്കിനെയും കാഴ്ചയപ്പത്തെയും എങ്ങനെ വിശേഷിപ്പിക്കാം? സഭയിൽ ലഭ്യമാകുന്ന പരിശുദ്ധാത്മദാനത്തിന്റെയും വിശുദ്ധ കുർബാനയുടെ മുൻകുറികളായിട്ട്. ഇപ്പൊ നിലവിളക്ക് എന്ന് പറഞ്ഞാല് പ്രകാശം, കാഴ്ചയപ്പം എന്ന് പറഞ്ഞാൽ ജീവന്റെയും പ്രതീകങ്ങളായിരുന്നു. അപ്പൊ നമുക്ക് സഭയിൽ നിന്ന് ലഭിക്കുന്ന പരിശുദ്ധാത്മദാനത്തിന്റെയും വിശുദ്ധ കുർബാനയുടെ മുൻകുറികളായിട്ട് നമുക്ക് ഇവയെ കാണാൻ സാധിക്കും. പഴയ നിയമത്തിലെ ബലിയനുഷ്ഠാനങ്ങൾക്കും ചട്ടങ്ങൾക്കും പ്രമാണങ്ങൾക്കും പൂർണ്ണമായ വീണ്ടെടുപ്പ് സാധ്യമാകുവാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ യാഗം അത് ഒരിക്കൽ എന്നേക്കുമായി പൂർണ്ണമാക്കി. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പഴയ നിയമം കാളകളുടെ രക്തം ചൊരിഞ്ഞ് പ്രതിഷ്ഠിച്ചുവെങ്കിൽ അത് താൽക്കാലികമായിരുന്നു. എന്നാൽ ക്രിസ്തു സ്വന്തം രക്തം ചൊരിഞ്ഞ് പുതിയ നിയമം സ്ഥാപിച്ചതിനാൽ അത് നിത്യമാണ്. എന്തുകൊണ്ടാണ് പുതിയ നിയമം നിത്യമാണെന്ന് പറയുന്നത്? ക്രിസ്തു സ്വന്തം രക്തം ചൊരിഞ്ഞ് പുതിയ നിയമം സ്ഥാപിച്ചതിനാൽ അത് നിത്യമാണ്. പഴയത് എങ്ങനെയായിരുന്നു? കാളകളുടെ രക്തം ചൊരിഞ്ഞ് പ്രതിഷ്ഠിച്ചതായിരുന്നു, അതുകൊണ്ട് താൽക്കാലികമായിരുന്നു. പുതിയത് ക്രിസ്തു സ്വന്തം രക്തം ചൊരിഞ്ഞ് സ്ഥാപിച്ചു, അത് നിത്യമാണ്. സ്വന്തം രക്തം നൽകി രക്ഷ സാധ്യമാക്കിയതും രക്തം ചൊരിയാതെ വിമോചനമില്ല എന്നതും ലേഖനകർത്താവിന്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. അപ്പം വാക്യം 12-ാം വാക്യവും 22-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കുക. അത് അവിടെ കൊടുത്തിരിക്കുന്നത് സ്വന്തം രക്തം നൽകി ഡാഷ് സാധ്യമാക്കി, രക്ഷ സാധ്യമാക്കി, രക്തം ചൊരിയാതെ വിമോചനമില്ല. ഇനി അവിടെ പറയുന്നുണ്ട്, ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനായി സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. മനുഷ്യരൂപത്തിൽ അവിടെ ദൈവപുത്രൻ നമ്മുടെ പ്രതിനിധിയായി ശുശ്രൂഷിക്കുന്നു. ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാനുള്ള പ്രത്യാശയും ധൈര്യവും അത് നമുക്ക് പകർന്നു നൽകുന്നു. അപ്പൊ ദൈവസന്നിധിയിൽ പ്രവേശിക്കാനുള്ള പ്രത്യാശയും ധൈര്യവും നമുക്ക് നൽകുന്നത് എന്താണ്? ക്രിസ്തു എന്നൊരു മഹാപുരോഹിതൻ സ്വർഗത്തിലുണ്ട്, അല്ലെ? അത് അവൻ മനുഷ്യരൂപത്തിൽ ദൈവപുത്രൻ അവിടെ നമ്മുടെ പ്രതിനിധിയായിട്ട്
ശുശ്രൂഷിക്കുക ചെയ്യുന്നത്. മനുഷ്യരൂപത്തിൽ അവിടെ ദൈവപുത്രൻ നമ്മുടെ പ്രതിനിധിയായി ശുശ്രൂഷിക്കുന്നു. ആ ഒരു കാര്യമാണ് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാൻ നമുക്കൊരു പ്രത്യാശയും ധൈര്യവും നൽകുന്നത്. പിന്നെ അതുപോലെ ഇവിടെ പറയുന്നുണ്ട്, യേശു ക്രിസ്തു ജീവനുള്ള പുതുവഴിയും ക്രിസ്തുവിന്റെ യാഗം സമ്പൂർണവുമായിരുന്നു. എബ്രായർ 10:1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുക. അപ്പൊ അടുത്തതായിട്ട് അവിടെ പറയാനുണ്ട്, വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുക എന്നതാണ് 10:25 മുതലുള്ള വാക്യങ്ങളുടെ പ്രധാന പ്രതിപാദ്യ വിഷയം. ഡ്രോ നിയർ ടു ദ ഗോഡ് വിത്ത് കോൺഫിഡൻസ്. അല്ലെ, വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുക എന്നാണ് അവിടെ പറയുന്നത്, പ്രധാന വിഷയമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ പറയുന്നുണ്ട്, അടുത്തൊരു ചോദ്യമായിട്ട് ചോദിക്കാം, ഇതിന്റെ സാരാംശം എന്താണെന്ന് ചോദിച്ചാൽ മേളിൽ പറയുന്നുണ്ട്, യേശു ക്രിസ്തു ജീവനുള്ള പുതുവഴിയും ക്രിസ്തുവിന്റെ യാഗം സമ്പൂർണവുമായിരുന്നു. എബ്രായർ 10:1 മുതൽ 25 വരെ വായിക്കാൻ മുമ്പ് പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഇവിടെ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അല്ലെ. ഇവിടെ 19 മുതൽ താഴേക്കുള്ള വാക്യങ്ങളുടെ കുറച്ച് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ചില കാര്യങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ മരണവും പുനരുദ്ധാരണവും മൂലം നമുക്ക് യഥാർത്ഥ കൃപാസനമായ ദൈവസന്നിധിയിലേക്ക് പ്രവേശനം സാധ്യമായിരിക്കുന്നു. ഇപ്പൊ എങ്ങനെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനം സാധ്യമായിരിക്കുന്നത്? ക്രിസ്തുവിന്റെ മരണവും പുനരുദ്ധാരണവും മൂലം. അപ്പൊ ഈ 10 കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്കൊരു വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. സാരാംശം എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം നമുക്ക് പോയിന്റ്സ് ആയിട്ട് എഴുതാം. അപ്പൊ ഫസ്റ്റ് പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ മരണവും പുനരുദ്ധാരണവും മൂലം നമുക്ക് യഥാർത്ഥ കൃപാസനമായ ദൈവസന്നിധിയിലേക്ക് പ്രവേശനം സാധ്യമായിരിക്കുന്നു. അപ്പൊ ഇവിടെ എബ്രായർ 10:19 വാക്യം മുതൽ നോക്കിയിട്ടാണെങ്കിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. അപ്പൊ ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റും അവിടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ക്രിസ്തുവിന്റെ മരണവും പുനരുദ്ധാരണവും ആണ് നമുക്ക് കൃപാസനത്തിലേക്ക് പ്രവേശനം സാധ്യമാക്കിയിരിക്കുന്നത്. രണ്ടാമതായിട്ട് അവിടെ പറയുന്നുണ്ട്, ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനാകിയാൽ അവിടുത്തെ സന്നിധിയിൽ നമുക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലാം. അല്ലെ, അത് നമ്മൾ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് നമുക്ക് ദൈവസന്നിധിയിൽ പ്രവേശിക്കാനുള്ള പ്രത്യാശയും ധൈര്യവും നമുക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ക്രിസ്തു എന്നൊരു മഹാപുരോഹിതൻ അവിടെ ഉണ്ട്. മനുഷ്യരൂപത്തിൽ അവിടെ ദൈവപുത്രൻ നമ്മുടെ പ്രതിനിധിയായിട്ട് ശുശ്രൂഷിക്കുന്നുണ്ട്. അതാണ് നമുക്ക് തരുന്ന ധൈര്യം എന്ന് പറയുന്നത്. അപ്പം സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നു, ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനാകിയാൽ അവിടുത്തെ സന്നിധിയിൽ നമുക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലാം. ഉറപ്പുള്ള വിശ്വാസത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടി നാം കടന്നു ചെല്ലണം. ഇപ്പം പോകുമ്പോ എങ്ങനെ നമ്മൾ പോകേണ്ടത്? ഉറച്ച വിശ്വാസത്തോടും നല്ല മനസ്സോടും കൂടെ വേണം നമ്മൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലാനായിട്ട്. മാമോദിസ സ്വീകരിച്ചിട്ടുള്ളവരായ നാം ഹൃദയവെടിപ്പോടെ കടന്നു ചെല്ലുക. അത് ആ വാക്യത്തിൽ നമ്മൾ കണ്ടായിരുന്നു അല്ലെ. എന്താണ്? നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ഇനി മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നു, അടുത്തു ചെല്ലുക, അടുത്തു വരിക എന്നത് ആവർത്തിച്ച് കേൾക്കുന്ന ആഹ്വാനമാണ്. എബ്രായർ 10:22 4:16 ആവർത്തിച്ച് കേൾക്കുന്ന ആഹ്വാനം എന്താണ്? അടുത്തു ചെല്ലുക, അടുത്തു വരിക. അകന്നു നിൽക്കുന്നവർക്കും വിശ്വാസ ത്യാഗികൾക്കുമുള്ള ആഹ്വാനമാണിത്. ആർക്കുള്ള ആഹ്വാനമാണ്? അകന്നു നിൽക്കുന്നവർക്കുള്ള ആഹ്വാനമാണ്. നമ്മുടെ ആരാധനയിൽ നാം നിശ്ചയമായും അനുഭവിക്കേണ്ട ആഹ്വാനമായി ഇതിനെ കണക്കാക്കുന്നു. നാലാമത്തെ പോയിന്റ്, ക്രിസ്ത്യാനികൾ വിശ്വാസം ഏറ്റുപറയുന്ന പ്രത്യാശയുള്ളവരാണ്. മാമോദിസയിലൂടെ നാം സ്വീകരിക്കുന്ന വിശ്വാസവും പ്രത്യാശയും അനുദിന ജീവിതത്തിൽ തുടർന്നു കൊണ്ടുപോകണം. 10:23 പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ല. ആ ഒരു വാക്യം എഴുതി വെച്ചോളുക. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. അതാണ് ഇവിടെ നാലാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. ക്രിസ്ത്യാനികൾ വിശ്വാസം ഏറ്റുപറയുന്ന പ്രത്യാശയുള്ളവരാണ്. ഇപ്പൊ മാമോദിസയിൽ കൂടെ നാം സ്വീകരിച്ചിട്ടുള്ള വിശ്വാസവും പ്രത്യാശയും ഒക്കെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ തുടർന്നു കൊണ്ടുപോകാൻ ബാധ്യസ്ഥരാണ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്താണ്?
വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്ന ബോധ്യത്തിൽ ദൈവസന്നിധിയിൽ നാം വിശ്വസ്തരാകണം. അത് നമ്മളിപ്പം വായിച്ചാണ്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്നുള്ള ബോധ്യത്തിൽ നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരായിട്ട് നിലനിൽക്കണം. 6ാമത്തെ പോയിന്റ്, സ്നേഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുക. യഥാർത്ഥ ആത്മീയത പരസ്പര ബന്ധങ്ങളിലും വ്യാപരണങ്ങളിലുമുള്ള സ്നേഹത്തിലൂടെ പ്രകടമാകണം. അടിസ്ഥാന ജീവിത പ്രമാണങ്ങളായ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയുടെ പ്രായോഗികത ദൈവസ്നേഹത്തിൽ നിറഞ്ഞ ജീവിതത്തെ സ്വർഗതുല്യമാക്കും. അതെല്ലാവർക്കും കാണാപ്പാടെ അറിയാവുന്ന ഒരു അധ്യായമാണ് 1 കൊരിന്ത്യർ 13. അതിന്റെ 13 പറയുന്നുണ്ട്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയുടെ പ്രായോഗികത ദൈവസ്നേഹത്തിൽ നിറഞ്ഞ ജീവിതത്തെ സ്വർഗതുല്യമാക്കും. 6ാമത്തെ പോയിന്റ് എന്താണ്? സ്നേഹത്തിന്റെ പ്രവർത്തികൾ ചെയ്യുക. 10:24 വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. 6ാമത്തെ പോയിന്റ് എന്താണ്? സ്നേഹത്തിന്റെ പ്രവർത്തികൾ ചെയ്യുക. ഇനി 7ാമത്തെ പോയിന്റ്, ആരാധനാനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറി നിൽക്കരുത്. വ്യക്തിത്വ വളർച്ചയ്ക്കും ആധ്യാത്മിക ശക്തിക്കും ആരാധന ജീവിതം അനിവാര്യമാണ്. വ്യക്തിത്വ വളർച്ചയ്ക്കും ആധ്യാത്മിക ശക്തിക്കും ആരാധന ജീവിതം അനിവാര്യമാണ്. എബ്രായർ 10:25 പറയുന്നുണ്ട്, ആരാധന അനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറി നിൽക്കരുത്. 8ാമത്തെ പോയിന്റ് എന്താ? വിശ്വാസത്യാഗത്തിന്റെ ഭയാനകതയും അതുളവാക്കുന്ന ശിക്ഷാവിധിയും വിസ്മരിക്കരുത്. അപ്പോൾ വിശ്വാസത്യാഗത്തിന്റെ ഭയാനകതയും അതുളവാക്കുന്ന ശിക്ഷാവിധിയും വിസ്മരിക്കരുതെന്നാണ് 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അവിടെ പറയുന്നുണ്ട്, 30ാമത്തെ വാക്യത്തെ പറയുന്നുണ്ട്, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും എന്നും കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. അപ്പൊ എന്താണ് അവിടെ പറഞ്ഞത്? വിശ്വാസത്യാഗത്തിന്റെ ഭയാനകതയും അതുളവാക്കുന്ന ശിക്ഷാവിധികളും. ഇനി 9ാമതായിട്ട്, സമ്മാനാർഹമായ ആത്മീയ ധൈര്യം പ്രാപിക്കുക. ആത്മധൈര്യം പരിത്യജിക്കരുത്. ആത്മീയ ധൈര്യം പ്രാപിക്കുക, ആത്മധൈര്യം പരിത്യജിക്കരുത്. ഇനി പ്രത്യാശയുടെ മൂല്യം ഉറപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിന് വേണ്ടി കാത്തിരിക്കുക. ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നാണ് ലാസ്റ്റ് പോയിന്റ് ആയിട്ട് അവിടെ പറയുന്നത്. അത് 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് എന്ന് പറയുന്നുണ്ട്. 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. എന്നാൽ നിങ്ങൾ പ്രകാശം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചകളായി ഭാവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അത് 9ാമത് നമ്മൾ കണ്ട പോയിന്റ് ആയിരുന്നു. സമ്മാനാർഹമായ ആത്മീയ ധൈര്യം പ്രാപിക്കുക, ആത്മധൈര്യം പരിത്യജിക്കുക. അപ്പൊ നമുക്ക് ഒന്നുകൂടെ 1ാമത് തൊട്ടുള്ള പോയിന്റ്സ് നോക്കാം. സോ ഇവിടെ പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ മരണവും പുനരുദ്ധാരണവുമാണ് നമുക്ക് കൃപാസനത്തിലേക്ക് പ്രവേശനം സാധ്യമായിരിക്കുന്ന 1ാമത്തെ പോയിന്റ്. 2ാമത്തെ പോയിന്റ്, ക്രിസ്തു എന്നൊരു മഹാപുരോഹിതൻ ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ അവിടെ കടന്നു ചെല്ലാം. 3ാമതായിട്ട് പറയുന്നുണ്ട്, അകന്ന് നിൽക്കുന്നവരോട് അടുത്ത് വരിക എന്ന് പറയുന്നതായിട്ട് നമുക്ക് 3ാമത്തെ പോയിന്റിൽ എഴുതാം. 4ാമത്തെ പോയിന്റ്, മാമോദിസയിൽ കൂടെ നമ്മൾ സ്വീകരിച്ച വിശ്വാസവും പ്രത്യാശയും എന്നും കൊണ്ടുപോകണം ജീവിതത്തില്. 5ാമതായിട്ട്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. 6ാമതായിട്ട്, സ്നേഹത്തിന്റെ പ്രവർത്തികൾ ചെയ്യാൻ പറയുന്നുണ്ട്. 7ാമതായിട്ട്, ആരാധന അനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നുണ്ട്. 8ാമതായിട്ട്, വിശ്വാസ ത്യാഗം, അതിന്റെ ഭയാനകത, അതുകൊണ്ടുള്ള ശിക്ഷകൾ, അതാണ് 8ാമത്തെ പോയിന്റ്. 9ാമത്തെ പോയിന്റ്, ആത്മീയ ധൈര്യം പ്രാപിക്കുക എന്ന് പറയുന്നുണ്ട്. 10ാമതായിട്ട്, പ്രത്യാശയുടെ മൂല്യം ഉറപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിന് വേണ്ടി കാത്തിരിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു സാരാംശം എന്ന് പറയുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധയോടുകൂടി വായിക്കുക, ബൈബിളും വായിക്കുക, പുസ്തകവും വായിക്കുക. ആദ്യമേ പറഞ്ഞതുപോലെ എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. എഴുതി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാന എക്സാമിന്റെ സമയത്ത് വായിക്കുമ്പോഴോ പഠിക്കുമ്പോഴൊക്കെ എളുപ്പമായിട്ട് തോന്നും. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.